കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അപര്യാപ്തതകൾ രൂക്ഷം. ആശുപത്രിയിൽ ഫോറൻസിക് സർജനില്ല. പോസ്റ്റ്മോർട്ടം നടപടികളും മുടങ്ങി. രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രിയിലില്ല. അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകളും രോഗികളെ വലയ്ക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജന്റെ സ്ഥിരം തസ്തികയില്ല. വർക്കിംഗ് അറേഞ്ച്മെന്റ് സംവിധാനത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഫോറൻസിക് സർജന് ഇടുക്കിയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയതോടെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ മുടങ്ങി. മുണ്ടക്കയം, കോരുത്തോട്, പമ്പാവാലി, എരുമേലി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കിലോമീറ്ററുകൾക്കപ്പുറം കോട്ടയം മെഡിക്കൽ കോളേജിലെത്തണം. ഈ ആശുപത്രിയിൽ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഫോറൻസിക് സർജൻ ഇപ്പോൾ ഇവിടെ നിലവിലില്ല. നമുക്കറിയാം, ഈ പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ അത്യാഹിതവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം ആവശ്യമായൊക്കെ ബന്ധപ്പെട്ട് കിഴക്കൻ പ്രദേശത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട ഒരു വലിയ ദുരവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ നിലവിലുള്ളത്. ആവശ്യ തസ്തികകൾ സൃഷ്ടിക്കാത്തതും ആശുപത്രി പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് സർജന്റെ തസ്തിക നിലവിൽ ഇവിടെയില്ല. ഒരു വർഷമായി റെസിഡൻഷ്യൽ മെഡിക്കൽ ഓഫീസറുടെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ്. തിരക്കുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ PG ഹൗസ് സർജന്മാരുടെ സേവനം വേണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. നഴ്സിംഗ്, ക്ലീനിംഗ് സ്റ്റാഫുകളുടെ കുറവുമുണ്ട്. ക്യാൻറ്റീൻ സൗകര്യമടക്കം പ്രതിസന്ധിയിലാണ്. ഹോസ്പിറ്റലിന്റെ അടിസ്ഥാനപരമായ കാര്യമായി നമ്മൾ നോക്കുന്ന എക്സ്റേ യൂണിറ്റ്, അത് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ക്യാൻറ്റീൻ, ഈ വരുന്ന രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാരെല്ലാവരും അവർ ആശ്രയിക്കേണ്ട ക്യാൻറ്റീൻ പ്രവർത്തനം നിലച്ചിട്ട് ഏകദേശം 5 മാസക്കാലമായി. ഇതുവരെയും ഈ ക്യാൻറ്റീൻ തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സർക്കാർ കണക്ക് പ്രകാരം 142 കിടപ്പ് രോഗികൾക്കുള്ള ക്രമീകരണങ്ങളാണ് ആശുപത്രിക്കുള്ളത്. എന്നാൽ നിലവിൽ 160-ലധികം കിടപ്പ് രോഗികൾ ആശുപത്രിയിലുണ്ട്. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള സാധാരണക്കാരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറുന്നത്. ജനം, കോട്ടയം.